അസ്സലാമലൈക്കും. ഇന്ന് ഞാനേ ഈസി ആയിട്ട് എങ്ങനെ ചക്ക ക്ലീൻ ആക്കാന്ന് കാണിച്ചു തരാം കേട്ടോ. എനിക്കൊക്കെ വളരെ മടിയുള്ളൊരു കാര്യമാണ് ഈ ചക്ക നന്നാക്കാറുണ്ട്. അതെന്താണെന്ന് അറിയാം, നമ്മളമ്മമാരൊക്കെ ഇങ്ങനെ കൊത്തിയിട്ടാണ് ചക്ക ഉണ്ടാക്കുക. അപ്പോൾ കുറേ ടൈം ഇരിക്കണം ക്ലീൻ ആക്കണത്. പറഞ്ഞുതരാം. ഇങ്ങനെ പണ്ടത്തെ പോലത്തെ ആ ക്ലീൻ ആക്കലല്ല, ഇത് ഇന്നെപ്പോലെയുള്ള മടിച്ചുകൾക്കുള്ള ക്ലീൻ ആക്കലാണ്. എല്ലാവരും പറയും ചക്ക ഇങ്ങനെ നന്നാക്കിയാൽ ടേസ്റ്റ് ഇല്ല, അങ്ങനെ നന്നാക്കിയിട്ട് വെച്ചാലാണ് ടേസ്റ്റ് എന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു വ്യത്യാസം തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ എന്നെപ്പോലെ ചക്ക നന്നാക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാൻ കാണിച്ചു തരാം. അപ്പം ചക്കൻ്റെ ഇവിടുത്തെ ഈ സാധനമൊക്കെ കട്ട് ചെയ്യുക, എന്നിട്ട് ഇതുപോലെ എടുക്കുക. ഇത് കണ്ടോ, കുരുവിനൊക്കെ ഇങ്ങനെ കുരുവിനെടുക്കുക. ആ കുരുവിൻ്റെ ഈ കുപ്പായം എടുക്കുക. ഇങ്ങനെ എല്ലാതും ഇങ്ങനെ എടുത്തിട്ട് ഫുള്ള് എടുക്കുക കേട്ടോ. ഫുള്ള് എടുക്കണം. കുരു നമ്മളിതിൽ ഇങ്ങനെ കൂടെ വെച്ചിട്ട് അരിയാൻ പറ്റില്ല. അപ്പോൾ ആ കുരുവിൻ്റെ മുകളത്തെ ഒരു വിലയുള്ളൊരു സാധനം ഉണ്ടാവില്ല, അതൊക്കെ നമ്മളെ ചങ്കിന് പോകുള്ളൂ വെന്ത് കഴിഞ്ഞാൽ. എന്നിട്ട് കട്ടിംഗ് ബോർഡിൽ ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. ഇത് നമുക്ക് ചെറുതാക്കി വേണമെങ്കിൽ കട്ട് ചെയ്യാം. എങ്ങനെ കട്ട് ചെയ്താലും വെന്തുടഞ്ഞാൽ പിന്നെ അത് വിരകി കൊണ്ടുതന്നെ കാരണം ആ വലിയ പീസൊക്കെ നമുക്ക് ചെറുതായിട്ട് തന്നെ ഒന്നും കാണാൻ കഴിയില്ല. പിന്നെ ഇങ്ങനെ കൊത്തിയിട്ട് ഇങ്ങനെ ഇതാക്കുക. അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്, കട്ട് ചെയ്തതാണ്. പിന്നെ ചക്കക്ക് ഇന്നത്തെ ചക്കക്കൊരു പ്രത്യേകത ഉണ്ട്. മധുരമുള്ള ചക്ക കേട്ടോ. മധുരമുള്ള ചക്കേണ്ടാണ് ഞാൻ ചക്കക്കൂട്ട ഉണ്ടാക്കുന്നത്. എൻ്റെ മക്കൾക്ക് അങ്ങനെയുള്ള ചക്കക്കൂട്ട നല്ല ഇഷ്ടമാണ്. പക്ഷേ പാളിപ്പോയതാണ്. ഇന്നലെ കൊടുന്ന ചക്ക ഇന്നത്തേക്ക് പൊളിച്ചു പോയി, അത്രേ ഉള്ളൂ. എന്നാലും മധുരമുള്ള ചക്കയുടെ ചക്കക്കൂട്ട ഉണ്ടാക്കിയൊരു കമൻറ്റ് ചെയ്യണം കേട്ടോ. മക്കളിൽ നല്ല ടേസ്റ്റാണ്. പിന്നെ എൻ്റെ ചക്കക്കൂട്ടാന് വേറെ ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ ചെറിയ ജീരകം വലിയ ജീരകം ഇടും. കരിങ്കലത്താൻ വീട്ടിൽ വലിയ ജീരകം ഇടുക, പെരിന്തൽമണ്ണ ചെറിയ ജീരകം ഇടുക. അപ്പോൾ 2 ജീരകം പാടെ മിക്സ് ചെയ്തിട്ടാണ് എൻ്റെ ചക്കക്കൂട്ടാനും. അപ്പോൾ എല്ലാവരും എൻ്റെ ചക്കക്കൂട്ടാനും ട്രൈ ചെയ്ത് നോക്കുക. മധുരമുള്ള ചക്കയുണ്ട്, ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചെറുതായിട്ട് പുളിച്ച ചക്കയുണ്ട്, നല്ലപോലെ മധുരച്ച ചക്കയുണ്ടല്ല, അപ്പോൾ വേറെ ടേസ്റ്റായി മാറും. ഇതൊന്ന് ട്രൈ